വലാ തസിഹു ഖുദുവത്തുൻ ബിമുഖ്തദിൻ. തുടരുന്നവനോട് തുടർന്നാൽ നമസ്കാരം സഹിയാവൂല, തുടർച്ച സഹിയാവൂല. അപ്പൊ നമസ്കാരവും ബാത്തിലാവും. ഇമാം എന്ന് പറഞ്ഞാൽ വളരെ 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 ഫോർമാലിറ്റി ഉള്ള ആളാണ്. മഅ്മൂം എന്ന് പറഞ്ഞാൽ വളരെ വീര്യം കുറഞ്ഞ ആളാണ്. വേറൊരാളുടെ ഭരണത്തിലാണ് മഅ്മൂം ഉള്ളത്. അങ്ങനെയുള്ളവർ നേതാവാക്കാൻ പറ്റോ? ഒരാളോട് തുടർന്നിരിക്കെ അയാൾ മഅ്മൂമല്ലേ, മഅ്മൂമിനെ തുടരാൻ അധികാരമുണ്ടോ? വലാ തസിഹു ഖുദുവത്തുൻ, തുടർച്ച സഹിയാവുന്നതല്ല. ബിമുഖ്തദിൻ, തുടർന്നവനോട്. ബിഗൈരിഹി, ഇജ്മാൻ, മുസ്ലിം ലോകം ഒറ്റക്കെട്ടാണ്. പറ്റൂല പറ്റൂല. ഇമാമ് കാര്യസ്ഥനായിരിക്കണം, മുസ്തഖില്ലാവണം. മറ്റൊരാളുടെ തോട്ടിയാവാൻ പറ്റോ? ഇല്ല. എനിക്ക് സ്വന്തം പവർ വേണം. എത്രത്തോളം എന്ന് വെച്ചാൽ വലവിഹത്തിമാലൻ, ഒരു സാധ്യത. അടുത്തവനെ ഇവൻ വേറൊരാളെ തുടർന്ന ആളാണോ എന്ന് 1% സംശയം വന്നാൽ തന്നെ നിസ്കാരം പോയി. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കുറേ ആൾ നമസ്കരിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ആരെയാണ് ഇമാമാക്കിയത്? ഇവരെല്ലാം ആക്കിയിട്ട് കാണുന്നുണ്ട്, പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ഇയാളെയാണോ അയാളെയാണോ? അയാളെ കൂട്ടത്തിൽ ഒരു മുക്തദിയുണ്ട്. തീരുമാനം നമുക്ക് കിട്ടിയിട്ടില്ല, റുക്കൂ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഇയാള് എന്തുകൊണ്ടും മുക്തദിയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും? 99% ഓന് ഇമാമാകാനാ സാധ്യത. ചെറിയൊരു സംശയമുണ്ട്, മറ്റേയാളോട് പിന്തുടർന്ന ആളാണോ? എന്നാൽ പറ്റൂല, തരത്തുതായി. പറ്റൂല പറ്റൂല പറ്റൂല. എത്രത്തോളം എന്ന് വെച്ചാൽ സലാം, സലാമിന്റെ ശേഷമായാലും ശരി. എങ്ങനെ? തലഫുൽ ഇമാമി, മീമെത്തിയിട്ടില്ല, അന്നേരവും മുഖ്തദി തന്നെയല്ലേ ആകുന്നു. ഓൻ തുടർന്നത് ഇമാമ സലാം വീട്ടി, ഓൻ വീട്ടിയിട്ടില്ല. സലാമി എന്ന് പറഞ്ഞാൽ തലഫുൽ ഇമാമി ബിലഫ്ദി അസ്സലാം വഖബല നുത്ഖീബിൽ മീമി മിൻ അലൈക്കും. ആ സമയത്തും അവൻ ആരെന്നെയാണ്? മുഖ്തദി തന്നെയാണ്. ഇവൻ ഇമാമാക്കാൻ ഉദ്ദേശിച്ച ആള് ഒരു ഇമാമിനെ പിൻപറ്റീന്. ഇമാമിന്റെ കൂടെ കുറെ അധികം സമയം ഉണ്ടായിട്ടില്ല. അസ്സലാം എന്ന് തുടങ്ങിയ ശേഷമാണ് ഇവൻ പോകാൻ തുടങ്ങി. പറ്റോ? ഇത്രത്തോളം. ഈ സംഭവങ്ങളൊക്കെയും സുജൂദ് സഹ്വിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. 190 190 വർച്ചോക്ക് 190 നിങ്ങൾ പിന്നീട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 190 അടുക്ക്. എന്താണ്? നിങ്ങൾ പിന്നീട് പറയുന്നുണ്ടല്ലോ എന്താണ്? വലൗബഅദസ്സലാം വഅമ്മാ ഖൗലുഹു ഇന്നശക ബഅദസ്സലാമി ഫീ കൗനി ഇമാമിഹി മഅ്മൂമൻ യൂജിബുൽ ഇആദത. ഇന്നശക ബഅദസ്സലാമി ഫീ കൗനി ഇമാമിഹി മഅ്മൂമൻ യൂജിബുൽ ഇആദത. അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. വൈൻ ബാന ഇമാമൻ, പിന്നീട് സത്യം ബോധ്യപ്പെട്ടാലും ശരി. എന്താ സത്യം ബോധ്യപ്പെട്ടു? ഇവൻ ആരല്ല, ഒരു മുഖ്തദിയൊന്നുമല്ല, ഇവൻ മുസ്തഖില് തന്നെയാണ് എന്ന് ബോധ്യാവോ? മുത്തുലാൻ കരുതി ഉറപ്പിച്ചുകൊണ്ടല്ലേ തുടരും. മുഖ്തദീനെ തുടരാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരേ ഒരാള് തന്നെ താബിയാവലും അയാള് തന്നെ മത്ബൂആകലും മുഹാലാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരാള് തന്നെ താബിയുമായി അയാള് തന്നെ എന്തായി? മത്ബൂആയി. അതൊന്നും പറ്റൂല പറ്റൂല. വലാ അസറ ഇൻദ തറദ്ദുദി
ലിൽഇജ്തിഹാദി ഫീമാ യദ്ഹർ. തറദ്ദുദിന്റെ സമയത്ത് ഇജ്തിഹാദ് ചെയ്തൂടെ? ഇജ്തിഹാദ് ചെയ്യാമോ ഇവിടെ? ഇല്ല. ഇല്ല. എന്തേ? വലാസറ ഒരസറുമില്ല. തറദ്ദുദി. ഇവൻ വേറൊരാളെ തുടർന്ന ആളാണോ അല്ല തുടരാത്ത ആളാണോ? ഇവനെ ഇമാമാക്കാൻ പറ്റോ? അവിടെ ഗവേഷണം നടത്താൻ പറ്റോ? ഇജ്തിഹാദിന് അവസരമില്ല. അങ്ങനെ അവിടായി. അങ്ങനെ നമ്മുടെ അടുത്ത് ദലീലൊന്നുമില്ലേ ഇവിടെ ഇജ്തിഹാദ് ചെയ്യാനുള്ള യാതൊരു സന്ദർഭവും ഇല്ലാന്ന്. ഖിലാഫല്ലി സർക്കച്ചി ഇവിടെ ഒച്ചപ്പാടാക്കിയ സർക്കച്ചിയാൻ തന്റെ ദീവാജിൽ പറയുന്നു. ദീവാജ് ഫീ തൗളീഹിൽ മിൻഹാജിൽ എന്ത് പറ്റുന്നു ആ ഗവേഷണം നടത്തി കണ്ടെത്ത് കുറെ കണക്കൂട്ടാൻ പോലും. അന്നേരം എന്താവും? എല്ലാ ഇവൻ വേറെ ഒരാളുടെ തോട്ടിയാണ്. എന്നാ വേണ്ട പൊട്ട് വേണ്ട. ഇജ്തിഹാദിന്റെ ശർത്ത് അയ്യകൂന ലിൽ അലാമത്തി ഫീഹി മജാൽ. അയ്യകൂന ലിൽ അലാമത്തി ഫീഹി മജാൽ. അലാമത്തിന് എന്ത് വേണം? ലിയന്ന ശർത്തഹു ഇജ്തിഹാദിന്റെ ശർത്ത് അയ്യകൂന ഉണ്ടായിരിക്കലാണ് ലിൽ അലാമത്തി അലാമത്തിനിക്ക് ഫീഹി ആ ഇജ്തിഹാദിൽ പ്രവേശനം വേണം. ഇവന്റെ ഇജ്തിഹാദ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഒരു കാര്യമായി വരണം. ഇവിടെ എന്താണ് കണ്ട? അത് നിഹായ പറയുന്ന ഇജ്തിഹാദിന് മജാലുണ്ട് പോലെ. അന്ന ഇജ്തിഹാദഹു ബിസബബി ഖറായിന തദുല്ലു അലാ ഖറളിഹി എന്നാണ്. ഓന്റെ നിയ്യത്തല്ല പോലെ നമ്മൾ നോക്കുന്നു. ലാ ബിനിസ്ബത്തി ലിനിയ്യത്തി ലിഅദമിൽ ഇത്തിലായി അലിയ ശർത്തുൽ ഇജ്തിഹാദി അൻ യകൂന പറഞ്ഞിട്ട് ഇവിടെ നിയ്യത്തല്ലേ, നമ്മൾക്ക് നിയ്യത്തിന്റെ മേലെ അലാമത്തുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞ് മുട്ടിക്കാൻ നോക്കണ്ടോ? അങ്ങനെ പറഞ്ഞവരുണ്ട് ഇതിനെതിരായിട്ട്. ഖിലാഫല്ലി സർക്കശി എന്നല്ലേ പറഞ്ഞ അൽ വജ്ഹു മാ ഖാലഹു സർക്കശി വലാ മജാല ലഹാ ഹുന എന്ന് പറഞ്ഞ മംനുആണ്. ഖറായിന് കൊണ്ട് ഉറപ്പ് കിട്ടും. ഇമാമാണോ മഅ്മൂമാണോ ഇമാമത്താണോ കരുതിയത് തുടരുന്നു എന്നാണോ കരുതിയത്? അങ്ങനത്തെ എത്ര സ്ഥലങ്ങളുണ്ട്. എന്നെ ശർത്ത വയ്യക്കൂന എന്ന് പറഞ്ഞത് ന്യായ തട്ടിവലിച്ച് ചാടി. ഒരാൾ മഅ്മൂമാവുക എന്നതിന്റെ മാനദണ്ഡം നിയ്യത്തിന്റെ മേലെയാകും. വേറൊന്നും നമുക്ക് കിട്ടിയിട്ട് വലയില്ല. ഇന്നയാളെ തുടർന്ന് കൊണ്ട് എന്ന് അയാളുടെ മനസ്സിൽ നിയ്യത്ത് വെച്ചണോ ഇല്ലയോ എന്നാണ്. നിയ്യത്തിന്റെ മേലെ വെളിവാകപ്പെടുകയില്ല. വേറെ ഒരാൾക്ക് വെളിവാകാൻ സാധിക്കുമോ? ഇല്ല. ഇനിയാണ് കുഴപ്പം പിടിച്ച മസാല. നമസ്കരിച്ച ബാക്കി ഉണ്ടാവില്ലേ? അയാള് നമസ്കരിക്കുമ്പം വേറൊരാള് കയറി വന്നാൽ തോണ്ടിയിട്ട് അറിയിപ്പ് കൊടുത്തിട്ട് ഇമാമാക്കുന്നില്ലേ? അത് വലിയ ഗുണമുള്ളതല്ല. പുതിയ ജമാഅത്ത് രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ രൂപീകരിക്കുക വേണ്ടത്. എന്നാലും അതിനൊരു മസാല വേണ്ടേ? അതുപോലെ നമസ്കരിച്ച് ബാക്കിയുള്ള മസ്ബൂക്ക് ഒരു മസ്ബൂക്ക് തന്നെ മുന്നോട്ട് നിന്ന് മറ്റൊരു മസ്ബൂക്ക് കീപ്പോട്ട് നിന്നു എന്നാലും പറ്റും. വഖറജ ബിമുഖ്തദിൻ മുഖ്തദിൻ എന്ന ഖൈദ് കൊണ്ട് പുറത്തുപോയി. എന്ത് തീർന്നിരിക്കുന്നു? കഴിച്ചലായിന് ഇവ സെറ്റിൽഡ് ഫ്രീ. ഇവന്റെ അവസ്ഥക്ക് പോവാ. അവിടെ രണ്ടവസ്ഥ വരുന്നുണ്ട്. ബാക്കി നമസ്കരിക്കാൻ ആവശ്യമുള്ള ആള് എഴുന്നേറ്റ് നിന്നു. അന്നേരം വേറൊരാള് എഴുന്നേറ്റ് നിന്ന് നിൽക്കാത്തതെന്ന് ഇവിടെ തെളിവല്ല. ബാക്കി നമസ്കരിക്കുമ്പം വേറെ ആരോ വന്നിട്ട് എന്താക്കി തോണ്ടിയാലില്ലെങ്കിൽ തോണ്ടുന്നു. അയാൾ നീയത്ത് വെച്ചാൽ അയാൾക്ക് കിട്ടുമല്ല. ഇവിടുന്ന് അങ്ങോട്ട് വേറെ ആരോ വന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മസ്ബൂഖൂന എന്ന് പറഞ്ഞത് കൈതല്ല. മസ്ബൂഖാനിയും പോലെ ഒരു മസ്ബൂഖ് മുന്നോട്ട് നിന്ന് മറ്റൊരു മസ്ബൂഖ് പിറകോട്ട് നിന്ന്. എന്നാൽ
ആ തുടർച്ച എന്താണ്? സഹീഹാണ്. 2 മസലി. പക്ഷേ ഫീ ഗൈരിൽ ജുമുഅ എവിടെ ഒഴികെ? ഫീ ഗൈരിൽ ജുമുഅത്തി ഫിസ്സാനിയത്തി. രണ്ടാം മസലയിൽ ജുമുഅക്ക് പറ്റൂല. സ്പൂക്കിങ്ങൾ. രണ്ടാം മസലയിൽ ജുമുഅക്ക് പറ്റൂല. എങ്ങനെ? സ്പൂക്കിങ്ങൾ. ഫതസിഹു ഫീ ഗൈരിൽ ജുമുഅ. അല്ല നേർക്ക് പറയൂ എന്താ? രണ്ടാമത്തെ മസലയിൽ ജുമുഅ അല്ലാത്തതിലാണ് സ്വഹീഹാവുക. ജുമുഅയിൽ സ്വഹീഹാവുക. അലൽ മുഅ്തമദി. തസിഹു എന്നത് പറഞ്ഞത് മുഅ്തമദ് പ്രകാരം ഖിലാഫുണ്ട്. ലാകിൻ മഅൽ കറാഹ. ലാകിൻ മഅൽ കറാഹ എന്താണ്? കറാഹത്തോട് കൂടെ സ്വഹീഹാവും. കറാഹത്ത് അവിടെ മാത്രം, രണ്ടാമത്തെ മാത്രം. മസ്ബൂക്കിങ്ങൾ തൊട്ടിൽ കറാഹത്ത് പകുതിക്കുന്നുണ്ടല്ലേ? മറ്റേത് ഉണ്ടാ? ഇല്ല, കറാഹത്തുമില്ല. അതിലും പറയാണ്ട് കറാഹത്തില്ല എന്ന് പറഞ്ഞാൽ അത്ര വേഗം പതുക്കൂല. ഇതെടുക്ക്. ഫിസൂറത്തി സാനിയ മാത്രം എടുക്കാതെയോ? മസ്ബൂഖൂന ഫഖ്തദാ ബഅദുഹും ബിബഅദി. അത് മാത്രം എടുക്ക്. അല്ല ഫിസൂറത്തി സാനിയ എടുക്ക്. ഇനി ബയ്യ പോലെ എടുക്കാം. ഫതസിഹു ഫീ ഗൈരിൽ ജുമുഅ ഫി സാനിയ വെച്ചിട്ട് ചർച്ചയാക്ക്. സൂറത്തു സാനിയയിൽ എന്താ? മസ്ബൂഖൂന ഫഖ്തദാ ബഅദുഹും ബിബഅദി. അത് രണ്ടാം സൂറത്ത്. യസിഉൽ ഇഖ്തിദാഉ ഫീ ഗൈരിൽ ജുമുഅ. ജുമുഅ അല്ലാത്തതിൽ സ്വഹീഹാവെന്ന് പറഞ്ഞു. അതന്നെ അലൽ മുഅ്തമദി. അപ്പോൾ മുഅ്തമദിന്റെ എതിരുണ്ടാവും ലാ യസിഉ. ലാകിൻ മഅൽ കറാഹ എന്നുണ്ട്. അമ്മാ ഫിൽ ജുമുഅ, ജുമുഅക്കോ ജുമുഅക്ക് ഫലാ യസിഉൽ ഇഖ്തിദാഉ ഫീ തിൽക സൂറ. ജുമുഅന്റെ യാതൊരു വകുപ്പും അവിടെ ഇല്ല. ഒന്നും കഥയില്ല. ജുമുഅക്ക് ഒരു ഉപകാരം ചെയ്യില്ല. ഇനി ഒന്നാം സൂറത്ത് എടുക്ക്. അമ്മാ ഫിൽ ഊല ഫയസിഉ ഫിൽ ജുമുഅത്തി അയ്ദൻ. ജുമുഅയിൽ കൂടി സ്വഹീഹാവും. പറ്റും. ജുമുഅ കിട്ടാതെ ഒരാൾ പറഞ്ഞു വന്നെന്ന് ബാക്കി ഒരു റക്അത്ത് നമസ്കരിക്കുന്നുണ്ട്. തുടരാല. വബിലാ കറാഹത്തിൻ. കറാഹത്തുമില്ല. മുത്തലഖൻ. ഇന്തഹ. അങ്ങനെയാണ് ഒരു കൂട്ടർ അർത്ഥം പറയുന്നത്. ആ രൂപത്തിലാണ് ത്വയ്ഫ കൈകാര്യം ചെയ്യേണ്ടത് പോലും. അതെ. രണ്ടാമത്തെ യസിഹുൽ ഇഖ്തിദാഉ ഫി സൂറത്തി സാനിയ. മസ്ബൂഖുന എന്ന് പറഞ്ഞത് അത് ഫീ ഗൈരിൽ ജുമുഅ എന്നാണ് ഖൈദ് കൊടുത്തത്. ലാകിൻ മഅൽ കറാഹ എന്ന ഖൈദും അവിടത്തേക്ക്. രണ്ടാമത്തേന് ഈ രൂപത്തിലാണ് ത്വയ്ഫന്റെ മുറാദ് എന്നാണ് ജുംഹൂറും പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ഫതുൽ മീന്റെ മുറാദും. ഇങ്ങനെ അല്ലാതെയും ത്വയ്ഫക്ക് ചെറഹ എഴുതിയവരുണ്ട്, ഫതുൽ മീന് ചെറഹ എഴുതിയവരുണ്ട്. ലാകിൻ മഅൽ കറാഹ രണ്ടിലേക്കും മടക്കിയിട്ട് അങ്ങനെയും വാദിച്ചവരുണ്ട്. കറാത്ത് വേണമെങ്കിൽ കറാത്ത് ഉണ്ട് എന്ന് പറഞ്ഞ മസ്തല വേറെ ഉണ്ട്. ഇബ്നു ഹജർ ഹൈതമിയും സൈനുദ്ദീൻ മഖ്ദൂമും ഇത് തന്നെയാണോ അനുമോദിക്കുന്നത്? അവിടെയാണ് നോക്കുന്നത്. ലാകിൻ മഅൽ കറാഹ നേരാൻ വേണ്ട മടക്കിയിട്ട് പറയും പോലെ. രണ്ടാമത്തെ അപ്പൊ എന്താണ്? ഇപ്പൊ മസ്ബൂക്കിങ്ങൾ പരസ്പരം തുടരല് മാത്രമേ കറാഹത്തുള്ളൂ. അമ്മാ ഫിൽ ഊല, ബാക്കി നമസ്കരിക്കുന്ന ഒരാളോട് തുടരല്ലോ. ഫയസിഉ ഫിൽ ജുമുഅത്തി അയ്ദൻ. എവിടെ പോലും പറ്റും. വബിലാ കറാഹത്തി മുത്ലഖൻ. ഈ രൂപത്തിലാണ് കർദി ഇമാം സ്ഥാപിച്ചിരിക്കുന്നത്. കർദി ഇമാം കുർദി പറയുന്നത് അങ്ങനെയല്ല പോലും. കുർദീന്റെ പോക്കെന്ന് പറയുന്നത് കറാഹത്തിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടാണ് നടത്തിയത്. കുർദി അത്രേ മാറ്റമുള്ളൂ. ഈ ബാക്കി നിസ്കരിക്കുന്ന ആളെ തുടർന്നാൽ ജുമാ കിട്ടൂല. കർശനാക്കി ഒറിജിനൽ ജുമാ തന്നെ കിട്ടണമെന്ന്. ഒരു റക്അത്ത് ഈ ബാക്കി നമസ്കരിക്കുന്ന ആളോട് തുടർന്നാൽ ഇത് കിട്ടൂല, ജുമാ കിട്ടൂല. ആടെയും പോയി നിൽക്കണ്ട പോലും ഉണ്ടാ. അതുകൊണ്ട് ഫിസാനിയത്തിന്ന് അവർ കൂട്ടിയിട്ടില്ല. ഫീഗൈരിൽ ജുമാഅത്തി കൊണ്ട് മതിയാക്കി. ഒന്നാമത്തേന് കിട്ടൂല. ഒറിജിനൽ ജുമാ തന്നെ കിട്ടണം പോലെ ഒരു റക്അത്ത്. പിന്നെന്ത് പറയാ? അതിന് അങ്ങേയറ്റം ഇബ്നു ഹജർ ഹൈതമിയോ സൈനുദ്ദീൻ മഖ്ദൂമോ എതിർത്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബാക്കി വെച്ചാൽ അസ്ർ വരെ പോയാലും കിട്ടുന്ന രൂപം. എല്ലാം ഇപ്പം വായിക്കൂ, എല്ലാം പയറ്റി തെളിഞ്ഞതല്ലേ. പിന്നെ ഫയസിഉ ഫീ ഗൈരിൽ ജുമുഅ അമ്മാ ഹിയ ഫലാ മുത്ലഖൻ. വഫി സാനിയത്തിയോ, സാനിയത്തിന് പറ്റൂല. ഇന്ദ ശാരിഹി എന്താണ്?
വമ്മാഫിൽ ഊലയോ ഊലയിൽ തുടരാൻ മുടക്കൊന്നുമില്ല. കറാഹത്തോ കറാഹത്ത് ഏതായാലും ഉണ്ട്. ലാക്കിമായൽ കറാഹ ലാക്കിമായൽ കറാഹ ജനറൽ ആയിട്ടുമുണ്ട്. അങ്ങനെ കുർദിമാൻ പറഞ്ഞു ശരിയായില്ലേ? ഇനി അതാ വേണ്ടി ഫത്തുൽ മീൻ 130 ഫത്തുൽ മീനിലുണ്ട് ഇതേ ഏറ്റുമുട്ടൽ. ഫത്തുൽ മീൻ്റെ ഇബാറത്ത് 130 ഇതേപോലത്തെ ഇതേപോലത്തെ ഇതേ ഇബാറത്ത്. എന്നിട്ട് എങ്ങനെ മാന പറയേണ്ടി എന്നുള്ള അടിപൊളി നല്ലോണം നടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ 135 വേറൊരു ഇബാറത്തുണ്ട് ഫത്തുൽ മീൻ തന്നെ. 135 130 തന്നെ ഉണ്ടാവില്ല. അവിടെ സമീർ എങ്ങനെ മടക്കേണ്ടതെന്ന് 135 എന്തിനാ പറയുന്ന അറിയാവോ? ജുമാക്ക് ഒരു റക്അത്തേ ആവശ്യമുള്ളൂ. കണ്ടോ? ഒരു റക്അത്ത് കിട്ടിയാൽ ജുമുഅ ആയി. ഒറിജിനൽ ജുമുഅ തന്നെ ആവണം എന്നില്ല. ഒറിജിനൽ ജുമുഅക്ക് കൂടിയ ആളിൽ ഒരു റക്അത്ത് കിട്ടിയാലും മതി. ഖിലാഫൻ ലിമൻ സഅമ ഖിലാഫഹു 135. വകദാ മൻ ഇഖ്തദാ ബിഹി വഅദ്റക റക്അതൻ മഅഹു കമാ ഖാലഹു ശൈഖുനാ ഖിലാഫൻ ലിന്നിഹായ വൽ മുഗ്നി. മുഗ്നിയും നിഹായയും ശകാരിച്ചിട്ടുണ്ട്. ഹഖീഖിയായ ജുമുഅയിൽ നിന്ന് തന്നെ റക്അത്ത് കിട്ടണം. ഏത് പോരാ? അപ്പൊ തുടർന്നോനെ തുടരല് പറ്റുമെന്ന് മാത്രമല്ല കറാഹത്തില്ല എന്ന് മാത്രമല്ല. ഇവിടെ എന്തിനാ കറാഹത്തിന്റെ മാനദണ്ഡം എന്താ ഇവിടെ ഉള്ളത്? ആ ജുമുഅ വരെ വിട്ടിച്ചില്ലേ 135 അതായില്ലേ എല്ലാം. ഇഖ്തിദാഉൽ മസ്ബൂഖ് ഇയാനത്ത് 268 2-ാം ദിവസം ഈലൊരു സമർത്ഥനം കുറച്ചും കൂടെ നല്ല ബയാനുണ്ടാവും. എന്താണ് محل الصحة في هذه السورة وفي الثانية التي بعدها في غير الجمعة. أما في الجمعة فلا تصح القدوة. ജുമുഅക്ക് പറ്റൂല. ഫി സൂറത്തൈനി ഈ സൂറത്തിലും പറ്റൂല, ഇതിന്റെ മുമ്പേത്തിലും പറ്റൂല. ഇന്ദ റംലി വമ്മ ഫി സൂറത്തി സാനിയ ഇന്ദ ഇബ്നു ഹജർ പറ്റൂല. രണ്ടാമത്തേൽ പറ്റൂല. മാത്രം പറ്റൂല. ആദ്യത്തേൽ പറ്റും. അമ്മ ഫി സൂറത്തിൽ ഊല ഫതസിഹു ഇൻദഹു എന്നാ തന്നെ ലാക്കിമൽ കറാഹ മസ്ബൂഖിനെ തുടർന്നു എന്ന നിലക്കുന്നുണ്ട് കറാഹത്തുണ്ട്. ലിഖൗലിഹി ലാക്കിമൽ കറാഹ കുർദി പറഞ്ഞത് പ്രകാരം എന്താണ് ലാക്കിമൽ കറാഹ എന്നത് മുർത്തബിത്തും ബി സൂറത്തി സാനിയ എന്നാണ് തോന്നിപ്പിക്കുന്നത്. ത്വയ്ഫയിലും അങ്ങനെയാണ്. വലാഹിറു ഇബാറത്തി നിഹായ അന്നഹു മുർത്തബിത്തും ബി സൂറത്തൈനി. നിഹായ പിന്നെ സ്പഷ്ടമാക്കിയിട്ട് തന്നെ പറഞ്ഞു മൽ കറാഹത്തി ഫീഹിമാൻ. ഇനി പിന്നെ ആടൊന്നും ഉണ്ടണ്ട. അതിനോട് ഒപ്പിച്ചിട്ടാണോ നമ്മൾ ത്വയ്ഫ കൈകാര്യം ചെയ്യാം? അല്ല, വേറെയാണോ? ലാക്കിമൽ കറാഹ എന്തിലേക്കാ അടുക്കുന്നുള്ളൂ? മാത്രമേ അടുക്കുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നത്. ലാക്കിമൽ കറാഹ എന്ന് പറഞ്ഞത് വൈബാറത്തുഹു ലാക്കിമൽ കറാഹ ലാഹിറുൻ ഫി സൂറത്തൈനി വഅലൈഹി ഫലാ സവാബ ഫീഹാ മിൻ ഹൈസുൽ ജമാഅത്തു. പക്ഷേ ഇബ്നു ഹജറിന്റെ വാക്കിൽ നിന്ന് നമ്മൾക്ക് നേരെ പിടിക്കാൻ കിട്ടുന്നത് സാനിയത്തിൽ മാത്രമേ എന്തുള്ളൂ കറാഹത്തുള്ളൂ. ഖുറൂജൻ മിൻ ഖിലാഫി മൻ അബ്തലഹാ. അവിടെയാണ് കേസ് കൊണ്ടാൻ വേണ്ടി കിടക്കുന്നത്. ഫഖ്തദാ ബിഹി ഫഖ്തദാ ബഅദുഹും ബിബഅദിന്റെ അടുത്ത് മാത്രം ആടെ കറാഹത്തിന് മഹത്തുള്ളൂ എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലെ. കണ്ടോ? ഇങ്ങനെയതാ വേണ്ടി തർസീ 114 ഇതിനേക്കാണ് മംഗലായിട്ട്. ഇത് നല്ലോണം എല്ലാവരും തർക്കിച്ചുകൊണ്ട് നേരം കൂട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇത്ര പറയുന്നു. തർസീ 114 ഇതാ صحت أيضا في غير الجمعة في السورتين. أما في الجمعة فلا عند الرملي وفي الثانية عند حجب التولى. أما في الأولى فتصيح عنده. എന്നാലും വലാകിൻ യുക്റഹുൽ ഇഖ്തിദാഉ ഉണ്ട്. ലാക്കിമൽ കറാഹ എന്ന് പറഞ്ഞില്ലേ? ലാക്കിമൽ കറാഹ എന്ന് പറഞ്ഞത് ലാഹിർ ഫി സൂറത്തി സാനിയ ഫഖത്ത് എന്നാണ്.
ആ രൂപത്തിലേ നിങ്ങൾ മേനെ വെക്കാവും. ഫത്തുൽ മുഈനിലായാലും തുഹ്ഫയിലായാലും അത്രേ അവകാശമുള്ളും പോലും എന്ന് അലി ഷബ്ര മല്ലസി തുഹ്ഫയുടെ ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. وتبيه الشيخ محمد صالح الرئيس المكي ഫതാവൽ ഖുർദീന്റെ ഹാമിഷിൽ എഴുതിയാൽ മുഹമ്മദ് സാലിഹ് റയീസുൽ മക്കിക്ക് ഫത്താവ ഉണ്ടല്ലോ, അതിലും പറഞ്ഞിട്ടുണ്ട് പോലും. തുഹ്ഫയിലും ഫത്തുൽ മുഈനിലും പറഞ്ഞ ലാക്കിൻ മഅൽ കറാഹ എന്ന് പറഞ്ഞത് അവിടെ കൊണ്ട് ഖുസൂസാണ്. അങ്ങനെയാണ് കർദി ഇമാമും പറഞ്ഞു. കർദി തുഹ്ഫക്ക് ചെറുതിയവർ എന്നാൽ അഹമ്മദ് ജമലുല്ലയിൽ തീവ്രമായി ഉന്നയിക്കുന്ന ഒരു വിഭാഗം അഹമ്മദ് ജമലുല്ലയിൽ അബ്ദുൽ ഹമീദ് ശർവാനി തുഹ്ഫന്റെ ഇബാറത്ത് വെച്ചുകൊണ്ട് എന്ത് തന്നെയായാലും കറാഹത്ത് 2 സൂറത്തിലുമുണ്ട്. അപ്പൊ ഈ മസല നിഹായയോട് മുവാഫിഖുമായി അവർ പറയുന്നത്. ശർവാനി സയ്യിദ് അഹമ്മദ് ജമലുല്ലയിലും കേട്ടാ നിഹായക്കേത്ത് പിന്നെ നമുക്കൊരു കാലത്ത് സംശയിക്കാറില്ല. ഖുർദി അനുകൂലിച്ച് പറയുന്ന ലാക്കിൻ മഅൽ കറാഹ 2ലേക്കും തന്നെ മടക്കുന്നു കേട്ടാ, നീ സവാബത്തിക്കുന്നെല്ലാം പറഞ്ഞിട്ട്. ഇനി ബിഹിയയിലാണ് നീ കാണാൻ രസം. 72 ബിഹിയ. سلم الإمام إمام سلام وتي فقام مسبوق فاقتدى به آخر أو مسبوقون فاقتدى بعضهم ببعض صح في غير الجمعة مع الكراهة المفوضة لفضيلة الجماعة كما في النهاية. كراهة نقول كندو ووجه الكراهة عند كراهة النهاية أن المسبوقين قد حصلوا الجماعة مع الإمام. 2 കൂട്ടർക്കും ഇമാമിനോട് കൂടെ കിട്ടിയില്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു പുതിയ ബന്ധം. ഫറബ്തു സലാത്തി ബാദിഹി ബിബാദി ഫീഹി ഇബ്താലു ലിതിൽകൽ ഫളീല ഫകുരിഹാ എന്നെല്ലാം പറഞ്ഞിട്ട് അല്ല ഇവൻക്ക് കിട്ടിയില്ലേ, ഇവനെന്തിനാ നിൽക്കുന്നല്ല കൂടി. അത് നമ്മൾ ഉത്തരം പറയുന്നതാണ്. വീക്കുണ്ടാക്കി കിട്ടണത്രയാണ്. ബൽ ഫർഖു ബൈനൽ ഇഖ്തിദാഇ ബിൽ മസ്ബൂഖി ഹൈസു കുരിഹാ വലം യുക്റഹ ഖൽഫൽ മുസ്തഖലഫി. മുസ്തഖലഫിന്റെ പിന്നിൽ തുടർന്നത് ഇതുപോലത്തെ അല്ല. അടി മസ്ബൂഖായി വരുന്നുണ്ടല്ല. അന്ന സലാത്തൽ ഇമാമി ഖദ് ഫറഗത് ഫിൽ അവലി വഅമ്മ സാനി ഫസലാത്തുഹു ലം തത്തിമ ഫഖാമ അൽ മുസ്തഖലഫു മഖാമഹു. അല്ലേ? വഹാദാ മുഅ്തമദ് മുഹമ്മദ് റുല്ലി കമാ നഖലഹു അൻ നിഹായ. എന്നാൽ ഇബ്നു ഹജറിന്റെ മുഅ്തമദ് സിഹത്തുൽ ജുമുഅത്തി ഖൽഫൽ മസ്ബൂഖി ഇൻ അദ്റക റകഅതൻ വഅദമു കറാഹത്തി ഗൈരിഹാ ഖൽഫഹു. മറ്റുള്ള ജമാഅത്തിൽ തുടർന്നാൽ എന്തും ഇല്ല കണ്ട. വഖസ്സ അദമ സിഹത്തുൽ ജുമുഅത്തി വകറാഹത്ത ഗൈരിഹാ ഫി ഇഖ്തിദാഇൽ മസ്ബൂഖീന ബഅദുഹും ബിബഅദ് മാത്രമാണ് കണ്ട. വിനാജന്റെ ചിന്താഗതി തന്നെ അങ്ങനെയാണെന്ന് പറയും. എവിടെ അലവീബിന് അഹമ്മദ് വാലിദി സമർത്ഥിച്ചിട്ടുണ്ട് തുഹ്ഫ വായിച്ചുകൊണ്ട്. അലി ഷബ്ര മൽസി, ഇമാം ഖിയാലി വൽ അഫീഫ് അബ്ദുറഹ്മാൻ അൽ അഹ്ദൽ മിൻ അന്ന ഇബാറത്ത് തുഹ്ഫ ظاهرة في الثاني لا فيه إمامان خلافا لمن وهم فيه. ونقله أيضا عبد الله باسعودان عن إبراهيم الكردي السيد محمد صالح رئيس المكي. എല്ലാം മനസ്സിലാക്കിയതും തുഹ്ഫയിൽ നിന്നും ഫത്തുൽ മുഈനിൽ നിന്നും തന്നെ. ഇനി 86 എന്തിനാ ഉദ്ധരിക്കുന്നത് അറിയാവോ? ഈ ഇമാമിന് ഒരാൾ വരാൻ വൈകിയാൽ എന്താ വേണ്ടി എന്നുള്ള മസല അത് കെനിക്കപ്പാറ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താ വേണ്ടി? അൽ മസ്ബൂഖ് അല്ലദീ ലം യുദ്രിക മഅ ഇമാമിൽ ജുമുഅത്തി റക്അ യൽസമുഹു അൽ ഇഹ്റാമു ബിൽ ജുമുഅ. നിയത്ത് ചെയ്യാം. സുമ്മ യുതിമ ളുഹ്റൻ അർബഅൻ. എന്താ അന്നേരോ ശ്രദ്ധിക്കേണ്ടത് ഫലൗറ മസ്ബൂഖൻ ആഖറ. സലാം വീട്ടുമ്പോൾ ഒരു മസ്ബൂഖ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പം തുടരാണ്ട് ആണെന്ന് കളിച്ചിട്ട് മറ്റേയാളെ തുടരണോന്നല്ല പറയും.
കാരണം ഇവരെന്നെ ചിലപ്പോൾ റിവേഴ്സ് അടിക്കും പോലും. അപ്പൊ ഇവിടുന്ന് തന്നെ ജുമാ കിട്ടും. ഇപ്പൊ ഇവിടെ തുടരും. സലാം വീട്ടുമ്പോ ആരെങ്കിലും എണീക്കുന്നുണ്ടാന്ന് നോക്കാം. ഒരക്കാലത്ത് ബാക്കിയുള്ള ആള് അന്നേരം അതിറക്കെ ഇമാം ഇറക്കായത്തിന് അന്ന് കത്തയ സലാത്ത് ഫൗറൻ നിസ്കാരം മുറിച്ചിട്ട് വക്തദാബി കിട്ടും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞത് ഇവിടെയും സാധിക്കായില്ലേ? പിന്നെന്താ നേരത്തെ തന്നെ മൗനത്തിലാണ് നിന്നൂടെ? അല്ല ഇവൻ മടങ്ങി വരൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടാ? ഫാത്തിയ വെച്ചിട്ടാ മറ്റോ അതുകൊണ്ടല്ലോ ജുമാ എന്നല്ലേ എമ്മൻ കരുതിയത്. ഇവനോട് വേഴ്സ് അടിക്കുമല്ലോ. അപ്പൊ ഇവിടുന്ന് തന്നെ കിട്ടും. അയാൾ വേണ്ട. മുറിക്കാണ്ട് തന്നെ അയാളെ വേക്കി പോവാൻ പറ്റോ? അന്നേരം അല്ല, അന്നേരം മുറിക്കാണ്ട് പറ്റൂലല്ല. പറ്റുന്നില്ല അല്ലേ? ഇതാണ് ഇങ്ങനെ മസ്ബൂഖിനെ തോണ്ടിയാൽ അസർ വരെ കിട്ടുമെന്നാണ് മഹത്തമുദ് ഇബ്നു ഹജർ അൽ ഖായിൽ ഫി ഇദ്റാഖിൽ ജുമാഅത്തി ഖൽഫൽ മസ്ബൂഖി വൽ ഖാല ഫി ഫതാവാഹു തന്റെ ഫതാവയിൽ കുബറയിൽ പറയുന്നു ലോ ഫാറഖൽ മുഖ്തദൂന ഫി റകഅത്തി സാനിയ രണ്ടാം റകഅത്തിൽ വിട്ടുപിരിഞ്ഞ് ജാസ ലിൽ മസ്ബൂഖി അൽ ഇഖ്തിദാഉ ബിമൻ ശാഅ മിനൽ ഇമാമി വൽ മഅ്മൂമിന കമാ ലോ ഖാമ മസ്ബൂഖൂന ഫഖ്തദാ ബികുല്ലി വാഹിദിൻ ആഖർ ഫതഹസുൽ ജുമുഅ ലികുല്ലി മൻ അദ്റക റകഅത്തൻ. കണ്ടോ ഇവിടെ ജുമുഅ തഅദ്ദുദായി എന്ന് പറയോ? ഇല്ല, ആദ്യത്തെ ജുമുഅ മാത്രമാണ്, ബാക്കിയെല്ലാം തബഅാണ്. എന്നാൽ മുഹമ്മദ് റംലി അന്നഹു ലാ യജൂസു അൽ ഇഖ്തിദാഉ ബിൽ മസ്ബൂഖി ബഅദ സലാം ഇമാമിൽ ജുമുഅ പറ്റൂല. ووافق ابن هزر الخياري وصاحب الخلائد لكنهما قالا ولا يقطعها. മുറിക്കല്ലേ വണ്ടി രണ്ടരക്കാലത്ത് സുന്നത്താക്കി മറിക്കാൻ വേണ്ടി പോലും നിസ്കാരം വെറുതെ കളയല. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നായി അമ്പത്താണ്. എന്നിട്ട് ഇതേ ഇബാറത്ത് കരിങ്കപ്പാറ എഴുതി കൊടുത്തിട്ടുണ്ട് ജുമാ കിട്ടാനുള്ള വഴികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരെ അനുമോദിക്കൽ തന്നെ ആയി നോക്കുമ്പോഴേക്ക് 2481 482 നോക്കിയാൽ മതി. നമ്മൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല ഇബ്നു തനിനിറം കിട്ടാൻ. രണ്ടാം ദിവസം നിങ്ങളെ കിതാബില് 481 482 മറിക്ക് ജുമാന്റെ ബാബ് കിട്ടി. എന്താണ് 81 ലാസ്റ്റ്. وفي هذه الأحوال كلها لو أراد آخر أن يقتدى به في ركعته الثانية ليدرك الجمعة جاز كما في البيان عن أبي حامد وجرى عليه الريمي وابن كبني وغيرهما. قال بعضهم وعليه لو أحرم خلف الثاني عند قيامه لثانيته آخر وخلف الثالث آخر وهكذا حصلت الجمعة للكل إلى الأسر കിട്ടും തന്നെ. അങ്ങനെ അതേ പോക്കന്നെ അതിന് അണുവളവ് ഒരു വ്യത്യാസം ഇല്ല എന്നാണ്. അല്ല ഒരാൾ സംശയിക്കണ്ട പോലെ. അപ്പോ ജുമാക്ക് കിട്ടൂല എന്ന് കണ്ടാലും ഈ അടവ് പ്രയോഗിക്കണമെന്നാണ്. അത്രത്തോളം പോകാണ്ടിരിക്കാൻ പറ്റൂല. കാരണം ബാക്കി നമസ്കരിക്കുന്ന ഒരാളുണ്ടാവില്ലേ, അയാളെ പിന്നിൽ ഞാൻ അണിനിരന്നാലും ജുമാ കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെയും പരിശ്രമിക്കണമെന്നാണ്. അല്ലെങ്കിൽ ജുമാക്ക് പോകാതെ കുറ്റം വരും പോലും.